പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ. ഇപ്പൊ നമ്മളെ മനസ്സിനുള്ളിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നമ്മളെ മുമ്പിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് ഉണ്ട്. ഒന്ന് ലൈറ്റ് റിയാക്ഷൻ, മറ്റൊന്ന് ഡാർക്ക് റിയാക്ഷൻ ഓർ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. So the light reaction which is ended by the most important products, that is ATP as well as NADP. So this ATP is the outset, or we can say that it is a climax of light reaction. These ATP are utilized in dark reaction for producing sugars. അതാണ് നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താണ്? ലൈറ്റ് റിയാക്ഷൻ കഴിയുമ്പോൾ എന്തുണ്ടാവും? ATP ഉണ്ടാവും, NADP ഉണ്ടാവും. Okay, this ATP and NADP are using in dark reaction. Okay, so this ATP and NADP are produced by 2 important processes, that is called cyclic and non-cyclic photophosphorylation. Photophosphorylation is nothing but it is a production of ATP during the time of light or with the help of light. That is what is called photophosphorylation. Clear? Now, നമ്മളെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, how these ATP are synthesized. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദാറ്റ് ഇസ് വൈ വി ആർ അഗെയിൻ ഡിസ്കസിംഗ് ദിസ് പോയിന്റ്, സിൻസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ യുവർ എക്സാം. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ദ ക്വസ്റ്റ്യൻ ഈസ് നത്തിങ് ബട്ട് ATP synthesis or machinery of ATP synthesis or the mechanism of ATP synthesis. Okay, so that we are going to discuss today itself. So that process of the production of ATP is called chemiosmosis. What is osmosis? Osmosis is nothing but it is a transport of certain material from the region of higher concentration to the region of lower concentration. As we know, during the time of photosynthesis or during the time of light reaction, the water molecule are splitted, and as a result of the splitting of this water molecule, numerous number of protons are released. These protons are released into the lumen of thylakoid, and that particular protons are moved into the lumen. See, this is actually the protons. ഇതെവിടെയാണ് ഈ പ്രോട്ടോൺ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രോട്ടോണുകൾ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ആ പ്രോട്ടോണുകൾ. വാട്ടർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടംപോലെ പ്രോട്ടോണുകൾ പ്ലാന്റിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. എങ്ങോട്ട്? തൈലക്കോട്, ലൂമനിലോട്ട്. അങ്ങനെയുള്ള പ്രോട്ടോണുകളാണ് യഥാർത്ഥത്തിൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്, പ്രോട്ടോണുകൾ കൂടിച്ചേർന്ന് ഒരുപാട് പ്രോട്ടോണുകളുടെ പ്രസൻസിൽ ATP എന്ന് പറയുന്ന മോളിക്യൂൾ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. നമ്മൾ അതിന് പറയുന്നത് കെമിയോസ്മോസിസ് പവേഴ്സ് ATP സിന്തസിസ് ഇൻ ദ ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ എന്നാണ്. The electron transport chain are arranged with the photosystem in the thylakoid membrane and pump H+ through that membrane. The flow of H+ back through the membrane is enhanced by ATP synthase to make ATP. In the stroma, the proton or H+ ion combine with the NADP to form NADPH+H. അപ്പൊ ഇതാണ് യഥാർത്ഥം. നമ്മൾ രണ്ട് പോയിന്റേ ഉള്ളൂ. ഒന്ന്, എങ്ങനെയാണ് ATP സിന്തസിസ് നടത്തുന്നത്. രണ്ടാമത്തത്, എങ്ങനെയാണ് NADPH+ ആയി മാറുന്നത്. ഇതാണ് നമ്മൾ പറയേണ്ട പോയിന്റ്. നമ്മൾ ആ പോയിന്റ് പറഞ്ഞതിന് മുമ്പ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നു. ഇവിടെ നടക്കുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിസ്റ്റം മെക്കാനിസം. ചിത്രം വരച്ച് ഞാൻ നിങ്ങൾ ബേജാറാവണ്ട. ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഇടക്കാണ് ഈ പറയുന്ന പ്രോസസ് കംപ്ലീറ്റ് നടക്കുന്നത്. സോ ഫോട്ടോ സിസ്റ്റം 1 ഉം ഫോട്ടോ സിസ്റ്റം 2 ഒക്കെ എന്തിനാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ഇൻവോൾവ്മെന്റ് ഈസ് നത്തിങ് ബട്ട് for the production of ATP. എന്നിട്ട് ഈ പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. This industry will produce ATP. See, this is ATP synthase complex. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഇതാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിന് 2 പ്രധാനപ്പെട്ട പോർഷൻ ഉണ്ട്, ഹെഡും ഉണ്ട്, ടൈലും ഉണ്ട്. ഹെഡും ടൈലും എന്താണ്? ഇവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ATP ആയി മാറുന്നത്. അതിനോടൊപ്പം കൂടെ ആരാണ് കൂടിച്ചേർന്നത്? That particular thing is called phosphatic group. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. Okay, so what is ATP synthase? ATP synthase is nothing but the enzyme which combine both ADP and PI.
So both this ADP and PI combine together to form ATP. So the ATP synthase is actually doing this particular program. ഇവരാണ് ഇതൊക്കെ നടത്തുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ഇത് നമ്മൾ ആ പോർഷൻ മാത്രം എടുത്ത് പറയാണ്. നോക്കൂ, ദ F0 യൂണിറ്റ് ഈസ് ദ ബേസ്. ഇവിടെ ആണ് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട യൂണിറ്റ് ഉണ്ട്, F0യും അതേപോലെ തന്നെ F1ഉം യൂണിറ്റ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് F0 യൂണിറ്റ്? ദ യൂണിറ്റ് വിച്ച് കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഷീനറീസ്. ഇത് കണ്ടോ, ഒരു മെഷീൻ പോലെ അങ്ങനെ H+നെ കൂട്ടിപ്പിടിയും. ഇത് ദ ബേസ്. യു ക്യാൻ സീ ദ F1 യൂണിറ്റ് അറ്റ് ദ നോഡ്. ദ സ്ട്രക്ചർ ഓഫ് ATP സിന്തേസ്. ഇതാണ് ATPയുടെ സ്ട്രക്ചർ, ATP സിന്തേസിന്റെ സ്ട്രക്ചർ. ഇൻസൈഡ് ദ തൈലക്കോഡ്. തൈലക്കോഡിന്റെ ഉള്ളിലാണ്. ഇവിടെ ഇഷ്ടംപോലെ പ്രോട്ടോണുകൾ, വെള്ളം സ്പ്ലിറ്റ് ചെയ്ത്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. Then this is called stroma. ഈ സ്ട്രോമന്റെ മുകളിലോട്ടാണ്. സ്ട്രോമ നിങ്ങൾക്ക് അറിയാം ഉൾഭാഗമാണ് അല്ലെ? ഈ ഉൾഭാഗത്തോട്ടാണ് ഈ മെഷീൻ ഇങ്ങനെ കയറി വരുന്നത്. അങ്ങനെ H+ന്റെ പ്രസൻസിൽ H+ കൊടുക്കുന്ന ഒരു വൈദ്യുതിയാണ്, ഒരു എന്താ പറയുക, ഒരു എനർജിയാണ്. With the help of this particular energy, we can say that the ATP has been synthesized by the conversion of ADP plus PI. Clear? അപ്പൊ ഇത് വരച്ചു വെക്കണം, ഒന്നുമില്ല. ഇത് ATP സിന്തേസിന്റെ സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചറിൽ ആരൊക്കെയാണുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ സ്ട്രക്ചറിൽ ഈ പറയുന്ന ആളുകളൊക്കെ H+ ആണ്. ഇതിന്റെ പ്രസൻസിലാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. സോ H+ is actually it is the proton which is released by water molecule as a meaning of photolysis of water. അപ്പൊ ഈ H+ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഇതിനെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് വരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? Chemiosmosis, the formation of ATP as hydrogen ion move across the membrane. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇത് തൈലക്കോഡ് മെംബ്രെയിൻ ആണ്, തൈലക്കോഡ് കോമ്പണന്റും ആണ്. ഇവിടെ എന്തൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ATP സിന്തേസിസ് ഉണ്ട് ഇല്ല? ഇവിടെ H+, രണ്ട് വാട്ടർ ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള ഓക്സിജൻ റിലീസ് ചെയ്യും പുറത്തോട്ട്, ഇലക്ട്രോൺ പുറത്തോട്ട് റിലീസ് ചെയ്യും. ബാക്കി H+ കൂടി ചേർന്ന് ഇവിടെ ATP ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് സ്ട്രോമയാണ്. H2O മോളിക്യൂൾ ആർ സ്പ്ലിറ്റ്. H+ accumulate in thylakoid compartment. ഈ പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ ഇഷ്ടം പോലെ H+ accumulate ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? more H+ enters when electron transport chain operate. ഒരുപാട് H+ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും എപ്പോ? ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ. ഇനി അടുത്ത പ്രോസസ് എന്താണ്? the gradient forces H+ through channel protein driving ATP formation. അങ്ങനപ്പം ഈ പറയുന്ന ഒരുപാട് പ്രോട്ടോൺ കൂടി ചേരുമ്പോൾ ഒരു വൈദ്യുതി ഉണ്ടാവും, ഒരു ചാനൽ ഉണ്ടാവും, ഒരു വൈദ്യുതിയുടെ പ്രസൻസ് പോലെ ഒരു എനർജി ഉണ്ടാവും. ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ എനർജി ATP ഹാസ് ബീൻ ഫോംഡ്. ക്ലിയർ? നൗ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറയാണ്. വാട്ട് ഈസ് ATP സിന്തേസ് ഇൻ ആക്ഷൻ? ഇതാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പോലെ വി ക്യാൻ സേ ദാറ്റ് ഒരു നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫിയാണിത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഫോട്ടോഗ്രാഫിയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു 1 മാർക്ക് ചിലപ്പോൾ ചോദിക്കും. വാട്ട് ഈസ് പ്രോട്ടീൻ മോട്ടീവ് ഫോഴ്സ്? പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്താണ്? പ്രോട്ടോൺ മോട്ടീവ്, പ്രോട്ടോണിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സ് ജനറേറ്റഡ് അക്രോസ് എ മെംബ്രെയിൻ ഹാവിംഗ് 2 components, a chemical potential difference in proton concentration plus an electrical potential due to the electrostatic charge on the proton. Chemical potential, a difference in the proton concentration plus an electrical potential due to the electrostatic charges. അങ്ങനെയുള്ള പ്രോട്ടോണുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു particular pressure and presence has been synthesized here. Due to this pressure, ATP has been formed by acting as a driving force as proton. ഇതാണ് നമ്മുടെ ആ പ്രോസസ് കംപ്ലീറ്റ് ഉള്ളത്. ഓൾറെഡി ഞാൻ പല സ്ലൈഡിൽ പറഞ്ഞതാണ്. ATP formation by chemiosmosis. നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നു, H+ അക്യൂമുലേറ്റ് ചെയ്യുന്നു, അക്യൂമുലേറ്റ് ചെയ്ത് H+ ഈ ബേസൽ പോർഷനിലൂടെ പോയി പുറത്തോട്ട് വരുന്നു. അങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ഈ H+ ഇവിടെ വരുമ്പോൾ ഒരു എനർജിയുടെ ആഘാതം പോലെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ATP ഫോം ചെയ്യും. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. നമുക്കറിയാം ഇതെല്ലാ പണിയും നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഗ്രാനയുടെ വളരെ പ്രധാനപ്പെട്ട പോർഷനിലാണ് ഇത് നടക്കുന്നത്. സ്ട്രോമയിലോട്ടാണ് ATP കൊടുക്കുന്നത്. സ്ട്രോമയിലാണ് ഇത് നടക്കേണ്ടത്. ഇനി ഡാർക്ക് റിയാക്ഷൻ നടക്കേണ്ടത്. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ നടത്താനുള്ള എല്ലാവിധ എനർജികളും ഇവിടെ നിന്ന് അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ കോമ്പണന്റ്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒന്നുമില്ല. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുന്ന വാട്ടറിൽ നിന്ന് പ്രോട്ടോണുകൾ ഉണ്ടാവുന്നു. പ്രോട്ടോണുകൾ ATP സിന്തസിസിന് സഹായിക്കുന്നു. ATP സിന്തസിസ് ചെയ്തതിന് ശേഷം സ്ട്രോമയിലോട്ട് കൊടുക്കുന്നു. സ്ട്രോമയിൽ നിന്ന് ATP എടുത്തിട്ട് എന്താവുന്നു? ഓട്ടോമാറ്റിക്കലി ഇതിന്റെ കൂടെ തന്നെ
ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു. അതുകൂടാതെ NADP ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് NADP ഉണ്ടാവുന്നത്? സി നോക്കൂ ഇവിടെ. ദിസ് ഈസ് ആക്ച്വലി ദ NADP പ്രൊഡക്ഷൻ. NADP ഉണ്ടാവുന്നത് എങ്ങനെയാണ്? NAD നേരത്തെ ഉണ്ട്, അതിന്റെ കൂടെ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോൺ എവിടുന്ന് പോകും? വാട്ടർ സ്പ്ലിറ്റിൽ നിന്ന് പോകും. അങ്ങനെ ADP എന്തായി മാറുന്നു? NADP H+ ആയി മാറുന്നു. H+. ഓക്കെ, ഓർ NADP H2 ആവുന്നു. 2 H+ കൂടി ചേർന്നാൽ NADP H2 ആവുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ആളുകൾ രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആൻഡ് നോൺ സൈക്ലിക് phosphorylation. So whatever phosphorylation is happened, we can say that ATP are synthesized in cyclic as well as in the case of non-cyclic, both ATP and NADP are produced. So the more ATP are synthesized in the process of cyclic photophosphorylation. Okay. നോക്കൂ നിങ്ങൾ ഇനി ഇതിപ്പോ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ക്ലോറോപ്ലാസ്റ്റിൽ നിന്നും ATP ഉണ്ടാവുന്നു, മൈറ്റോകോൺഡ്രിയയിൽ നിന്നും ATP ഉണ്ടാവുന്നു. ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് ATP ഉണ്ടാവുന്ന പ്രോസസ്സിനെ ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നു. മൈറ്റോകോൺഡ്രിയയിൽ നിന്നുണ്ടാവുന്ന ATP എന്ത് പറയുന്നു? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അത് നമ്മൾ റെസ്പിറേഷനിൽ പഠിക്കും എന്താന്നുള്ളത്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വെച്ചാൽ നമ്മൾ രാവിലെ കഴിച്ചിരിക്കുന്ന ചോറ് നിന്ന് അല്ലെ പത്തിരിയിൽ നിന്ന് പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ATP ആണ് ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ വഴി ഉണ്ടാക്കുന്നത്. അതേസമയം ക്ലോറോപ്ലാസ്റ്റ് വഴി ഉണ്ടാക്കുന്നത് ലൈറ്റിന്റെ പ്രസൻസിലാണ്. ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് മൈറ്റോകോൺഡ്രിയ, ദിസ് ഇസ് ക്ലോറോപ്ലാസ്റ്റ്. ഇവിടെ തൈലക്കോഡ് വഴി ഇവിടെ ഇന്റർമെംബ്രെയിൻ സ്പേസ്. എനിവേ whatever happened during this process, we can say that we have to get ATP. അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ലൈറ്റർ റിയാക്ഷൻ. ATP ഉണ്ടാവുന്നു, NADP ഉണ്ടാവുന്നു. അത് ഡാർക്ക് റിയാക്ഷൻ ആയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോസസ് നടക്കുന്ന കാൽവിൻ സൈക്കിളിലേക്ക് പോകുന്നു. അവിടെ ഷുഗർ ഉണ്ടാവുന്നു. അതാണ് നമുക്കിനി പറയാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അടുത്ത അവറിൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് പറയും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ട് എഴുതണം. പല ആൾക്കാരും നോട്ട് എനിക്ക് മെയിൽ അയക്കുന്നില്ല എന്ന് എനിക്കറിയാം. അത് വളരെ മോശമാണ്. ഞാൻ ഇന്നത്തോടുകൂടി അത് വീണ്ടും ട്രേസ് ഔട്ട് ചെയ്യും. സോ ഞാൻ ലൂസ് ആകുമ്പോൾ നിങ്ങൾ ലൂസ് ആയി കഴിഞ്ഞാൽ യു ഹാവ് ടു ലോസ് ഇൻ യുവർ ഫ്യൂച്ചർ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല. യു ആർ ദ മെച്യൂർഡ് സ്റ്റുഡൻസ്. മോറോവർ you are the final year student, so you must have the responsibility toward education as well as the study. Okay, so you only will succeed. നിങ്ങൾ മാത്രമേ വിജയിക്കൂ, നമ്മൾ തോറ്റുപോയല്ലോ. So we can say that in order to succeed in your life, you must keep all aspects, especially attendance as well as class notes, etc. should be punctual. Okay, many of the students, especially Amana, then some of other students are not at all regular in class. I don't know what happening in their home. Okay, anyway, now we are concluding. See, this is the difference in photosystem 1 and photosystem 2. photosystem 1 ൽ എന്തൊക്കെ സംഭവിക്കുന്നത്, photosystem 2 ൽ എന്തൊക്കെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്, എന്തൊക്കെയാണ് റിയാക്ഷൻ. സോ ദിസ് ഇസ് എ സമ്മറി ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. യു ഷുഡ് റിമെമ്പർ. ഇത് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ഫോട്ടോസിസ്റ്റം 2 ലുള്ളത്, എന്താണ് ഫോട്ടോസിസ്റ്റം 1 ൽ നടക്കുന്നത്, വേവ് ലെങ്ത് എത്രയാണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ റിമെമ്പർ ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദീസ് ആസ്പെക്ട്സ്. ഞാൻ തൊട്ടും പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞാണ്, ഓൾറെഡി പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത പോലെ പറയാം.